السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്ദ്യരായ സാദാത്തുക്കൾ, സ്നേഹബഹുമാനമുള്ള ഉലമാക്കൾ, പ്രിയപ്പെട്ട ഉമറാക്കൾ, സ്നേഹനിധികളായ പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹിച്ച ഒരു പുണ്യ സംഗമത്തിലാണ് ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ അവസാന സാഅത്ത് ഉൾക്കൊള്ളുന്ന ഈ സമയത്ത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ജുമുഅ ദിവസത്തിൽ ഒരു സാഅത്ത് നമുക്ക് ഔദാര്യമായി നൽകിയിട്ടുണ്ട്. ആ സാഅത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു സാഅത്ത് ഇപ്പോൾ ആവാം, ഇനിയും ആവാം എന്ന ശുഭപ്രതീക്ഷയിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനും ഈ സദസ്സിനും ഈ സംഗമത്തിനും വളരെ പ്രാധാന്യമുണ്ട്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വർഷം തോറും നടത്തിവരുന്ന മദീന ഫാഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ സംഗമം വളരെ കാലിക പ്രസക്തമായ ഒരു സംഘമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തി ഉറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട മദീന, ആ മദീനയോടുള്ള നമ്മുടെ അഭിനിവേശം, ആ മദീനയോടുള്ള നമ്മുടെ അനുരാഗം എത്രമാത്രം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുവോ അത്രമാത്രം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനോടും ഈമാനിനോടും നമ്മുടെ അഭിനിവേശവും നമ്മുടെ അനുരാഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആ പരിശുദ്ധ റൗള ഷരീഫിന്റെ പച്ചക്കുബ്ബ കാണുന്ന അവസരത്തിൽ രോമാഞ്ചം കൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. ആ പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജലലക്ഷങ്ങളും ജനകോടികളുമാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. മനസ്സിന്റെ ഉള്ളിലുള്ള അവരുടെ അനുരാഗമാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മുഅ്മിനീങ്ങളെ എത്തിച്ചേർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടത്തേതായ സുന്നത്തുകൾ അനുധാവനം ചെയ്യുക, അവിടത്തെ പ്രകീർത്തനം ചെയ്യുക എന്നത് തന്നെയാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അമൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ മദീന പള്ളിയിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുന്ന അവസരത്തിലാണ് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചത്. ഖുത്ബയുടെ ഇടയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് പറയാം എന്ന് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ചോദ്യകർത്താവിന് മറുപടി കൊടുത്തു. കാര്യം വിഷയം ഗൗരവമായതുകൊണ്ടാണ്, വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ഖുത്ബ ഓതുകയാണ്. ആ ഖുത്ബ ഓതുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ശ്രദ്ധ മുഴുവനും പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യ പൂമേനിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. വളരെ അധികം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടേയിരിക്കുന്ന ആ ഖുത്ബയുടെ ഇടയിൽ പള്ളിയുടെ വാതിൽ വെച്ച് പലപ്പോഴും പല വിധത്തിലും ആളുകൾ പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, അതൈനാക വൽ അദ്റാഉ തുദ്മി ലബാനുഹാ വഖദ് ശാഗിലത് ഉമ്മു الصബിയ്യി അനി الطفലി وليس لنا إلا إليك فرارنا وأين فرار الخلق إلا إلى الرسل. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരപേക്ഷയുമായി വന്നുകൊണ്ട് പറയുകയാണ്. മഴയില്ലാത്തതിന്റെ അപേക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. സുദീർഘമായി വിശദീകരിക്കാൻ സമയമില്ലല്ലോ, നിങ്ങളൊക്കെ അതേ സംബന്ധിച്ച് ബോധവാന്മാരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയില്ലാത്തതിന്റെ പേരിലുള്ള പ്രയാസങ്ങളെ പറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന്റെ അപേക്ഷ വളരെ ഗൗരവമുള്ള അപേക്ഷയാണ്. കാരണം വളരെ അനിവാര്യ ഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ അപേക്ഷ പറയുന്നത്. കാരണം മഴയില്ലാത്തതിന്റെ പേരിൽ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ മുലയൂട്ടുന്ന പെണ്ണുങ്ങളുടെ മുലയിൽ നിന്ന് പാലിന് പകരം രക്തമാണ് വരുന്നത് എന്ന അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ആ ആൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷ പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഞങ്ങൾക്ക് അടിയന്തരമായി മഴ കിട്ടണം, മഴ കിട്ടിയേ തീരൂ, മഴയില്ലെങ്കിൽ ഞങ്ങളെല്ലാം നശിച്ചു പോകും എന്ന അതിഗൗരവമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ തന്നെ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മസ്ഖിനാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ മഴ വർഷിക്കുകയും ചെയ്യുന്നു എന്ന വിഷയം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണല്ലോ. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുന്നു.
കാര്യം വളരെ ഗൗരവമാണ് അയാൾ ചോദിക്കുന്നത് എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തൊരു ചോദ്യം ചോദിച്ചു, മഅദത്തലഹ, ആ ഖിയാമത്ത് നാളിലേക്ക് നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു, ഹുബ്ബുല്ലാഹി വറസൂലിഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറയുന്നു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ഖ് വെക്കുന്നു, സ്നേഹിക്കുന്നു, ഇത് തന്നെയാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അമൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വ്യക്തമായ മറുപടി കൊടുത്തു, അൻത മഅമൻ അഹ്ബബ്ത ഫിൽ ജന്ന, നീ ആരെ സ്നേഹിച്ചുവോ അവരോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മറുപടി കൊടുത്തത് നേരത്തെ പരിഹാരം കൊടുത്തതുപോലെ ഇപ്പോഴും മറുപടി കൊടുത്തുകൊണ്ട് പരിഹാരം കൊടുത്തത് വിഷയത്തിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ മറുപടിയുടെ പ്രാധാന്യവുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ഖ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഫ്ളലായ അമലാണ്, ഏറ്റവും വലിയ വിശ്വാസമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു അധിനിവേശം അല്ലെങ്കിൽ ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ആ ഒരു അനുരാഗം അത് വിഷയമാക്കിയിട്ടാണ് SKSSF വർഷം തോറും ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറയും ആശയ ആദർശത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു വിഷയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അവിടുത്തേതായ ആ പ്രകീർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ, അവിടുത്തെ പുണ്യവാളനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തുകയും ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അമലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെ അതൊരു മഹാത്ഭുത പേരാണ് എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള പരിപാടികളിലൂടെയും അതല്ലാത്തതിലൂടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് തന്നെ തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് രണ്ട് പേരിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് അഹ്മദ് എന്ന പേരിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അഹ്മദ് എന്ന പേര് ആമിന ബീവിയിലൂടെ ഒരു കുഞ്ഞായി പ്രസവിക്കപ്പെടുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് അഥവാ കോടാനക്കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പേര് അതിന്റെ മുമ്പ് ഒരാൾക്കും പറയപ്പെടുകയും ചെയ്തിട്ടില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ചും ആ മുഹമ്മദ് നബിയുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചും ആ മുഹമ്മദ് നബിയുടേതായ വിപ്ലവത്തെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി അവരവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുക്കുകയും സന്തോഷ വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത്തോടുകൂടി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂഹത്തിന് വ്യക്തമായി പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചും അദ്ദേഹം അയക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ കണക്കും കൃത്യമായ
ഉപദേശവും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന പ്രവാചകൻ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയായ ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞിട്ടുണ്ട്, യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ്. എന്റെ ദൗത്യം നിങ്ങളോട് ചില കാര്യങ്ങൾ സന്തോഷ വാർത്ത പറയലാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഞാൻ എന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബനി ഇസ്രായേലിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകന്റെ പേര് ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നാണ് ബനി ഇസ്രായേലിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അഹ്മദ് എന്ന പേരിലാണ് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്താണ് അഹ്മദ് എന്ന പേര് വിളിച്ചു പറയുന്നത്? അഹ്മദ് അങ്ങേയറ്റം സ്തുതിക്കുന്ന ആൾ എന്നാണ് അഹ്മദ് എന്ന പേര് വിളിച്ചു പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തും മനുഷ്യൻ രൂപത്തിൽ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ ഒരുപാട് കോടാനകോടി കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുലി മുതീഅൻ ജന്നതൻ വനഈമാ وعصاته دار الردى وجحيما لله سبح حادثا وقديما طاغوس حضرة قدسه مكتوما صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂർ എന്ന് പറയുന്ന റഹ്മത്തിനെയാണ്. ആ റഹ്മത്തിനെയാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ റഹ്മത്തിനെ സൃഷ്ടിച്ചതിന്റെ ശേഷമാണ് ലോകത്ത് സർവ്വചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ചരാചരങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ സ്പർശിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമി അല്ലാഹു സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു, സൂര്യഗോള നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം തന്നെ അല്ലാഹുവിന്റെ റഹ്മത്താണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട വചനത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത് ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്താണെന്നാണ് പറയുന്നത്. ഭൂമി അല്ലാഹുവിന്റെ റഹ്മത്താണ്, ആകാശം റഹ്മത്താണ്, കടൽ റഹ്മത്താണ്, സൂര്യനക്ഷത്ര ഗോളങ്ങളെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകമെമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ സ്പർശിച്ചുകൊണ്ട്
കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന റഹ്മത്തിനെ. ആ റഹ്മത്തിനെ സൃഷ്ടിച്ചപ്പോഴാണ് ബാക്കിയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. അള്ളാഹു പറഞ്ഞില്ലേ, താങ്കളെ സൃഷ്ടിക്കുമായിരുന്നില്ലെങ്കിൽ ഒന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ റഹ്മത്തിനെ സൃഷ്ടിച്ചപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം സൃഷ്ടിക്കുന്ന അവസരത്തിൽ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. എല്ലാറ്റിലും റഹ്മത്തുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വായിനെയും അള്ളാഹു കൂട്ടി അണപ്പിച്ചു. ആ അണപ്പിച്ചത് എങ്ങനെയാണ്? റഹ്മത്ത് കൊണ്ടാണ് അണപ്പിച്ചത്. കാരണം വിവാഹത്തിലൂടെ അള്ളാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ ഇണക്കം എന്തിലൂടെയാണ്? റഹ്മത്തിലൂടെയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു, ഹവ്വാ ബിയെ സൃഷ്ടിച്ചു. ഇവർ രണ്ടാളെയും സംയോജിപ്പിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയാൽ എല്ലാം റഹ്മത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്പർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക തിരുമേനിയുടെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നൂറ് കോടാനക്കോടി കൊല്ലം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറ് അല്ലാഹുവിനെ ഒരുപാട് കാലം അല്ലാഹുവിനെ സ്തുതിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സ്തുതിക്കുന്ന ആൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു പേരാണ്, പ്രസവിക്കുന്നതിന് മുമ്പേ നൽകപ്പെട്ട പേരാണ് അഹ്മദ് എന്ന പേര്. രണ്ടാമത്തെ പേര് മുഹമ്മദ് എന്ന പേരാണ്. മുഹമ്മദ് എന്ന പേരിലുമുണ്ട് അത്ഭുതകരമായ സംഭവങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് ആമിന ബിബി റളിയല്ലാഹു അൻഹാ ജന്മം നൽകിയപ്പോൾ, ആ ജന്മം നൽകിയപ്പെട്ട അഥവാ പ്രസവിച്ചപ്പോൾ അവിടുത്തെ സന്തോഷ വാർത്ത അബ്ദുൽ മുത്തലിബിനോട് പോയിട്ട് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിലെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. നമ്മുടെ മൗലൂദുകളിലൊക്കെ ആ സംഭവങ്ങൾ വിവരിച്ച് പറയുന്നുണ്ട്. ശറഫുൽ അനാം മൗലൂദിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ആ അബ്ദുൽ മുത്തലിബ് മഹാനവറുകൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബ ഷരീഫിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആമിന ബീവി റളിയല്ലാഹു അൻഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ഇത് കേട്ട അവസരത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബ് ഓടി വന്നു ആമിന ബീവിയുടെ അടുക്കലേക്ക്. ആമിന ബീവിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആ കുഞ്ഞിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം മാറത്തോട് അണച്ചു പിടിച്ചു, അതിന് ചുംബനം കൊടുത്തു. പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് അതാ കഅബ ഷരീഫിന്റെ അടുക്കലേക്ക് പോവുകയാണ്. കഅബ ഷരീഫിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നിർവികാരനായിക്കൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിലൂടെ വന്നിരിക്കുന്ന, ചരിത്രത്തിലൂടെ വന്നിരിക്കുന്ന വലിയ സംഭവങ്ങളല്ലേ ഇത്. നമ്മുടെ ശറഫുൽ അനാം മൗലൂദിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അൽഹംദു ലില്ലാഹില്ലദീ അഅ്താനീഹാ വൽ ഗുലാമ ത്വയ്യിബൽ അർദാനി قصادا في المهدي على الغلمان عيذوه بالبيت ذي الأركان എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ വെച്ച് ഇങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനെ സ്തുതിച്ചു പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആമിന ബീവിക്ക് തിരിച്ചു കൊടുത്തു. ഏഴാമത്തെ ദിവസമായപ്പോൾ അറബികളൊക്കെ വിളിച്ചു വരുത്തി ഒരു സദ്യ ഒരുക്കി. അങ്ങനെ ഈ അറബികളുടെ സാന്നിധ്യത്തിൽ വെച്ച് അബ്ദുൽ മുത്തലിബ് പ്രിയപ്പെട്ട മകന് പേര് വെക്കുകയാണ്. പേര് വെക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്നി സമ്മൈതുഹു മുഹമ്മദ, ഇന്നി സമ്മൈതുഹു മുഹമ്മദ എന്ന് പേര് വെച്ചപ്പോൾ
അറബികളെല്ലാം തന്നെ ഞെട്ടിത്തെറിച്ചു പോയി. അവർ പറയുന്നു, ഈ പേര് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? അറബി സമ്രാട്ടുകളാണ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്, സാഹിത്യ പടുക്കളാണ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അവർക്ക് മുഹമ്മദ് എന്നുള്ള ഒരു പേര് അവരുടെ ബുദ്ധിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിലേക്കോ വന്നിട്ടില്ല. മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് എവിടുന്നാ പേര് കിട്ടിയത് എന്ന് ചോദിക്കുന്നു. മുഹമ്മദ് എന്ന പേര് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞത് ബി ഇൽഹാമിൻ മിനല്ലാഹ്. സ്വഹീഹായ ഹദീസിൽ പറയുന്നു, ബി ഇൽഹാമിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഇൽഹാമാണ് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ പ്രചോദിതമായിരിക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് അതുവരെ ഈ മുഹമ്മദ് എന്നുള്ള ഒരു പേര് ലോകത്ത് ആർക്കും വെക്കപ്പെട്ടിട്ടില്ല. അറബികൾ ആരും ആ പേരിനെ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം വരെ ആ പേരിനെ അല്ലാഹുവിന്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചു. ആ പേര് ആർക്കും വിട്ടുകൊടുത്തില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പേര് അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഇൽഹാമായിട്ട് കിട്ടിയിരിക്കുന്നതാണെന്നാണ് സ്വഹീഹായ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് എന്ന മഹാനാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിങ്കൽ ഇൽഹാം കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുഹമ്മദ് എന്ന പേര് ലോകത്തിന് ആർക്കും തന്നെ പറയപ്പെട്ടുകയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മുഹമ്മദ് എന്ന പേര് തന്നെ പറയുന്നത് മുഹമ്മദ് സ്തുതിച്ച് പറയപ്പെടേണ്ടുന്ന ആൾ എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. മുഹമ്മദ് 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 എന്ന് പറയുന്നത് ഹമ്മദയുടെ ഇസ്മു മഫ്ഊലാണല്ലോ. മുഹമ്മദ് പ്രകീർത്തിക്കപ്പെടേണ്ടുന്നവർ, സ്തുതിച്ച് പറയപ്പെടേണ്ടുന്നവർ എന്നാണ് ആ പേര് തന്നെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പേര് വിളിച്ചു പറയുകയും ആ പേരിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അവിടത്തോടുള്ള ആ ഇഷ്കിനെ സമൂഹത്തിൽ അങ്കുരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് SKSSF ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ സംഘാടകരോട് അഭിനന്ദനമുണ്ട്. ആ സംഘാടകരെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സദസ്സ് അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തനം ചെയ്യുന്ന സദസ്സായതുകൊണ്ട് തന്നെ ഈ സദസ്സ് തികച്ചും മുബാറക്കായ സദസ്സാണ്. ഈ സദസ്സിന് പ്രാധാന്യമുണ്ട്. ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. ഈ സദസ്സ് സമ്മേളിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവാചക തിരുമേനിയോടുള്ള ഇഷ്ഖ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എത്രമേൽ അധികരിക്കുന്നുവോ അത്രമേൽ നമ്മുടെ ഈമാൻ അധികരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും വലിയ മുഅ്മിൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ബാക്കിയുള്ള അമ്പിയാക്കന്മാരാണ്. അതിന്റെ ശേഷം ഒന്നാം നമ്പർ മുഅ്മിൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണല്ലോ ഒന്നാം നമ്പർ മുഅ്മിൻ. ആ ഒന്നാം നമ്പർ മുഅ്മിനാവാനുള്ള കാരണം എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരാഗത്തിന്റെ ശതമാനത്തിന്റെ തോത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈമാനിനെ ശക്തമായി പറയുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഏറ്റവും നല്ല മുഅ്മിനീങ്ങളല്ലേ? ബഹുമാനപ്പെട്ട മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവവ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. പരിശുദ്ധ സ്വഹാബത്തിനെ കുറിച്ച്, മുഹാജിറുകളെ കുറിച്ച്, അൻസാറുകളെ കുറിച്ച് അല്ലാഹു വിലയിരുത്തി പറയുന്നത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. പരിശുദ്ധ ഖുർആനിന്റെ ഈ ശൈലി എത്രമേൽ കടുപ്പമുള്ള ശൈലിയാണെന്നറിയുമോ? ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്തായ മുഹാജിറുകളും അൻസാറുകളും ശരിയായ മുഅ്മിനീങ്ങളാണ്. അവർ ഉറച്ച സത്യവിശ്വാസികളാണ്. അതിലാരും സംശയിച്ചു പോകരുത് എന്ന ശക്തമായ മുന്നറിയിപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ശൈലിയാണ് അല്ലാഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉലൈക ഹും അൽ മുഅ്മിനൂൻ ഹഖ്ഖാ.
ഹഖൻ എന്ന ഈ പ്രയോഗം തന്നെ നമ്മുടെ അറബി ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അഥവാ ആരെങ്കിലും വല്ല കാരണവശാലും സംശയിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം തിരുത്തിയേ പറ്റൂ. ബഹുമാനപ്പെട്ട മുഹാജിറുകളെയും അൻസാറുകളായ സഹാബത്തിനെയും അവരെ ചെറുതായിട്ട് ആരും കണ്ടുപോകരുത്. അവര് ശരിയായ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുവാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ ഹുബ്ബിന്റെ ശതമാനം അനുസരിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാൻ അധികരിക്കുകയും കുറഞ്ഞു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുറയുന്നതിൽ പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈമാനിനെ അധികരിപ്പിക്കണം. ആ ഈമാനിനെ അധികരിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എത്രമാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെടുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.